വെൽക്കം ബാക്ക് ടു സൈലം. അതുപോലെ തന്നെ വെൽക്കം ബാക്ക് ടു B+2A+ സീരീസ്. നമ്മുടെ ബയോളജി ഇന്ന് B+2A+ ലെവലിലേക്ക് ഉയർത്താനുള്ള ഏതൊക്കെ സ്ട്രാറ്റജീസ് ഏത് രീതിയിൽ ആൻസർ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാരണം എക്സാം ഇതാ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ ലൈവൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കി, മാരത്തൺ ലൈവൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസും കോൺസെപ്റ്റ് റിവിഷനും എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ലെവലിനനുസരിച്ച് നമ്മൾ ഇവിടം വരെ പഠിച്ച് നിർത്തി ഏത് ലെവലിൽ എത്തിയിട്ടുണ്ട്, അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം നമ്മളെല്ലാം ഒരേപോലെയല്ല, നമുക്ക് പഠിച്ചെത്താൻ പറ്റുന്നതിന് നമുക്കൊക്കെ ലിമിറ്റ് ഉണ്ട് അല്ലേ. അപ്പം മിസ്സിനേക്കാളും നല്ലോണം പഠിക്കുന്ന കുറേ കുട്ടികൾ മിസ്സിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷേ മിസ്സിനും അതേപോലെ തന്നെ മാത്സ് ഒന്നും എവിടെയും എത്താത്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മിസ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ ഏത് ലെവലിലാണെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അതിലേക്ക് ഉയർത്താൻ നമുക്ക് പറ്റുമെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പറ്റുന്നത് മതി, നമ്മളെ കൊണ്ടാവുന്നത് അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബയോളജിയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ അല്ലെ. എന്തൊക്കെയാണ് സൂചനകൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ആക്സലറേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രെയിൻ ഇൻ ദ ഫീറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫൻസി. എന്താണ് ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു. ഉപാപചയ പ്രവർത്തന നിരക്ക് ഉയർത്തുന്നു. ഇതാണ് സൂചനകൾ. ഇനി ചോദ്യം എന്താ നമുക്ക് നോക്കാം. വിച്ച് ഹോർമോൺ ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് എബൌട്ട്. തന്നിരിക്കുന്ന സൂചനകൾ ഏത് ഹോർമോണിനെ കുറിച്ചുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് construct a flow chart relating to the action of hypothalamus and pituitary in the synthesis of this hormone അല്ലേ. ഈ ഒരു ഹോർമോണിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഹൈപ്പോതലാമസിനെയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെയും പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇത് ഏത് ഹോർമോണിനെ പറ്റിയാണെന്ന് അല്ലേ. അപ്പം ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഏതാണ്? യെസ്, ഇറ്റ് ഇസ് തൈറോക്സിൻ. നമ്മൾ പറഞ്ഞതാണ് തൈറോക്സിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്? ബി ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോണെ റിലീസ് ചെയ്യുന്നു, അതുവഴി ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി എന്ത് ചെയ്യാണ്, എൻഹാൻസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ TSH ഹോർമോൺ എന്ത് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യുന്ന വഴി തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലേ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു, തൈറോക്സിൻ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഇതുവഴി റോള് ചെയ്യപ്പെടുന്നത്. റെഡി അല്ലേ? സെറ്റ് ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറി മുൻതളം ആൻഡ് പിറ്റ്യൂട്ടറി മുൻതളത്തിൽ നിന്ന് തൈറോയ്ഡ് ഗ്രന്ഥി വഴി തൈറോക്സിൻ ഉൽപ്പാദിക്കപ്പെടുന്നു. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നോക്കാം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്ലാന്റ് ഹോർമോൺസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വൺസ് ആൻഡ് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ. പ്ലാന്റ് ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. എന്താണ് മോഡൽ എക്സാമിന് വരുന്നത് മാത്രമല്ല, ചിലപ്പം പാറ്റേൺ മാറിയൊക്കെ വന്നിരിക്കാം. അപ്പോൾ എന്താണ് പ്ലാന്റ് ഹോർമോൺസ് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ നോക്കാം, ഇവിടെ അബ്സിസിക് ആസിഡ്, സൈറ്റോകൈനിന്, ഓക്സിന്, ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ്, പല ഹോർമോൺസ് തന്നിട്ടുണ്ട്, പല ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സസ്യ ഹോർമോണുകളെ സംബന്ധിച്ച് തന്നിട്ടുള്ളതിന് എന്ത് ചെയ്യുന്നു, ഉചിതമായി തിരഞ്ഞെടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കാനാണ്. അപ്പം നോക്കാം, ഈ ഒരു ഇല്ലസ്ട്രേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനെ പ്രോപ്പറായിട്ട് ബോക്സിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു A+ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു A+ ലെവൽ നമ്മൾ എത്തിക്കണമെങ്കിൽ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കണം. ക്വസ്റ്റ്യൻ വായിച്ച് ഇതുപോലത്തെ എന്ത് ചെയ്യും, മാത്സ് ഫോളോയിങ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ഇല്ലസ്ട്രേഷൻ തന്നിട്ട് അത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് എഴുതുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം അത് നമുക്ക് ലോട്ടറിയാണ്. ഓക്കെ, കാരണം നമുക്ക് വളരെ ആലോചിച്ച് എഴുതിയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് നേടാൻ പറ്റും. അങ്ങനെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുമെങ്കിൽ, മേടിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നേരെ നമ്മൾ പ്ലാന്റ് ഹോർമോൺസ് നല്ല രീതിയിൽ പഠിച്ചത് ആലോചിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അങ്ങ് ഫില്ല് ചെയ്താൽ മതി. നോക്കാം, ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അല്ലേ, ഇതാ ഇലകളും ഫലങ്ങളും പാകമാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. റൈപ്പണിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? എത്തലീനാണ്. ഇനി ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡിന് ഏതാണ്? യെസ്, അഗ്രമുകുളത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്നതാണെന്ത്? ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. മൂന്നാമത്തേതും നാലാമത്തേതും എന്താണ്? ജിബറിലാണ്. അതുപോലെ ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ, സമൃദ്ധാകാരത്തെ വിഘടിപ്പിച്ച വിത്ത് മുളയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി അഞ്ചാമത്തേതോ അഞ്ചാമത്തെ ഇവിടെയാണ് ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥയ്ക്ക് സഹായിക്കുന്ന, നമ്മൾ പറഞ്ഞതാണ് ഏതാണ്? അബ്സിസിക് ആസിഡാണ്.
ആണ്. ആൻഡ് സൈറ്റോകൈൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? സെൽ ഡിഫറൻഷിയേഷൻ, കോശത്തിലെ വൈവിധ്യവൽക്കരണം. അപ്പോൾ പ്ലാന്റ് ഹോർമോൺസ് നല്ല രീതിയിൽ പഠിക്കാം. നിങ്ങൾക്ക് പ്ലാന്റ് ഹോർമോൺസ് ഒരു തവണ പഠിച്ച് പക്കാ സെറ്റ് ആക്കിയിട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മാച്ച് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത് നോക്കാം. സം ഹോർമോൺസ് ആർ ഗിവൺ ബിലോ, അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്സിറ്റോസിൻ, സൊമാറ്റോട്രോപിൻ, ഇൻഹിബിറ്ററി ഹോർമോൺ, വാസോപ്രസിൻ, പ്രൊലാക്റ്റിൻ, റിലീസിംഗ് ഹോർമോൺ, മെലറ്റോണിൻ. ഇവിടെ ഹോർമോണുകൾ തന്നിട്ടാണ്. നോക്കാം. വിച്ച് ആർ ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇവിടെ ഏതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം വൺ ഹോർമോൺ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് വിച്ച് ആർ ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഹൈപ്പോതലാമസ് ദറ്റ് കൺട്രോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പം ഹോർമോണുകൾ തന്നിട്ടുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? സൊമാറ്റോട്രോപിൻ, പ്രൊലാക്റ്റിൻ, അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെയുണ്ട്? വാസോപ്രസിനും ഉണ്ട് അല്ലേ? വാസോപ്രസിനും ഉണ്ട്. യെസ്, വാസോപ്രസിനും. ഇനി അടുത്ത ചോദ്യം നോക്കാം. പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഹോർമോണിന്റെ പേരും അതിന്റെ ധർമ്മവും ഏതാനാണ്? പിന്തളത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിറ്റോസിൻ എഴുതാം, വാസോപ്രസിൻ എഴുതാം. ഏതാണോ അത് എഴുതിയിട്ട് അതിന്റെ ഫംഗ്ഷൻ എഴുതാം. ഓക്സിറ്റോസിൻ ചൈൽഡ് ബർത്ത് കാര്യത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. വാസോപ്രസിൻ എന്ത് ചെയ്യുന്നു? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി പിറ്റ്യൂട്ടറിയുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ വിച്ച് ആർ ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഹൈപ്പോതലാമസ് ദറ്റ് കൺട്രോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാലോ ഏതൊക്കെയാണ്? റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണുമാണ് അല്ലേ? അപ്പം ഈ ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇൻഹിബിറ്ററി ഹോർമോണും റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യപ്പെട്ട് അവിടെ ആക്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ റിലീസിങ് ഹോർമോണാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇൻഹിബിറ്ററി ഹോർമോൺ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യപ്പെട്ടാണ് ഇൻഹിബിഷനാണ് വേണ്ടതെങ്കിൽ അവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാണ്? ഇൻഹിബിറ്ററി ഹോർമോൺസ് റിലീസ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പം അത് പ്രോപ്പറായിട്ട് അറിയാം. ഇനി നമുക്ക് നോക്കാം. ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ആക്സിഡൻറ്റ് രാമു വാസ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് അക്വയർഡ് എ നെഗറ്റീവ് ബ്ലഡ്. ഫ്രം ദ ഫോളോയിങ് ഹൂസ് ബ്ലഡ് ക്യാൻ ബി റിസീവ്ഡ് ബൈ രാമു? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ബ്ലഡ് ഗ്രൂപ്പ് ഹാവിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്? റോഡ് അപകടത്തെ തുടർന്ന് രാമുവിന് എ നെഗറ്റീവ് രക്തം ആവശ്യമായിട്ട് വന്നു. ഇനി പറയുന്നവയിൽ ആരുടെയെല്ലാം രക്തം രാമുവിന് സ്വീകരിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രക്തഗ്രൂപ്പ് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ത്? ബ്ലഡ് ഗ്രൂപ്പിംഗ് നമ്മൾ ഇന്ന് വൃത്തിയിൽ പഠിച്ചതാണ്. എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ നമ്മൾ പഠിച്ചാണ് അല്ലേ? അപ്പം നോക്കാം. എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ് പുള്ളിക്ക് അല്ലേ? അപ്പോൾ എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾ ഇവിടെ ആരാ ഉള്ളത്? കക്ഷി ആരാ ഉള്ളത്? എ നെഗറ്റീവുകാരൻ തന്നെയുണ്ട്, അസ്ന അല്ല. അപ്പോൾ എ നെഗറ്റീവുള്ള അസ്നയിൽ നിന്ന് തന്നെ സ്വീകരിക്കാം, വേറെ ഒന്നും തേടി പോകണ്ട. ഇനി അത് മാത്രമല്ല, വേറെ ആരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുമോ? അസ്നയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല മീരയിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റും അല്ലേ? എ പോസിറ്റീവ് ബ്ലഡാണ്, മീരയിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത് നോക്കാം. രക്തഗ്രൂപ്പിന് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും കൊടുക്കാൻ കാര്യം അതെന്താണ്? നമ്മൾ പറഞ്ഞു ഡി ആൻറ്റിജൻ്റെ അല്ലേ? അതായത് ബ്ലഡ് വിത്ത് ആർച്ച് ഫാക്ടർ ഇസ് പോസിറ്റീവ്, അതർ ഈസ് നെഗറ്റീവ്. ആർച്ച് ഫാക്ടർ അല്ലെങ്കിൽ ഡി ആൻറ്റിജൻ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് എന്നും, അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ നെഗറ്റീവ് എന്നും പറയുന്നു. അപ്പം ആർച്ചിൻ്റെ സാന്നിധ്യമുള്ളത് പോസിറ്റീവ്, അല്ലാത്തത് നെഗറ്റീവ്. ഇനി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് എന്താ? ഈ ഒരു ബ്ലഡ് ക്ലോട്ടിങ് അല്ലെ? അനലൈസ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദ വൂണ്ട് സൈറ്റ് ആർ ഡീജനറേറ്റഡ്. എൻസൈം കൊടുത്തിട്ടുണ്ട്. പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ ഈസ് കൺവേർട്ടഡ് ടു ത്രോംബിൻ. ഫൈബ്രിൻ ഫൈബേഴ്സ് ആർ ഫോംഡ് ഫ്രം ഫൈബ്രിനോജിൻ പ്രസന്റ് ഇൻ പ്ലാസ്മ. എവിടെയാണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നോക്കുക. ഈ ഒരു ബ്ലഡ് ക്ലോട്ടിങ് പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ ഇല്ലസ്ട്രേഷൻസ് ഞാൻ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ഇത് പഠിക്കാത്തത് കൊണ്ട് നമ്മുടെ A+ പോകാൻ പാടില്ല. അപ്പം ചെറിയ മാർക്കിലൊക്കെയാണ് നമുക്ക് വേരിയേഷൻ വരിക. അത് ആ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതുപോലത്തെ കണക്ഷൻ വെച്ച് തന്നെ പഠിക്കണം. അപ്പോൾ നോക്കുക, ഏത് എൻസൈമാണ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്? ഏതാണ്? ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. വിച്ച് വിറ്റാമിൻ ഇവിടെ വേണമെന്നാണ്? വിറ്റാമിൻ K അല്ലേ? ഹൗ ഈസ് ബ്ലഡ് ക്ലോട്ട് ഫോംഡ് ബൈ ദിസ് പ്രോസസ്? എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്? നമുക്കറിയാവുന്നതാണ് അല്ലേ? ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റ്സും എന്ത് ചെയ്യുന്നു? ആ ഒരു ഫൈബ്രിൻ ഫൈബേഴ്സിൻ്റെ ഉള്ളിൽ, ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ വന്ന് തട്ടിക്കടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നു. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ട ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, നോക്കാം. ഇനി ഒരു ഡിസീസ് ഐഡന്റിഫിക്കേഷൻ ആണ്. നമുക്കറിയാം സിവിയർ ഫീവർ, ഹെഡേക്ക്, മസിൽ പെയിൻ, റെഡ്നെസ് ഇൻ ദ ഐ ഡ്യൂ ടു ഇന്റേണൽ ബ്ലീഡിങ്. റെഡ്നെസ് ഇൻ ദ ഐ എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം അല്ലേ? റെഡ്നെസ് ഇൻ ദ ഐ എന്ന് പറയുമ്പോൾ ഏതാണ് റെഡ്നെസ് ഇൻ ദ ഐ എന്ന് പറയുമ്പം? അതുപോലെ തന്നെ ഇന്റേണൽ ബ്ലീഡിങ്ങും മസിൽ പെയിനും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അതേതാണ്? ഐഡന്റിഫൈ ദ ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വേറെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. നമ്മുടെ ലെപ്റ്റോസ്പൈറോസിസ് ആണ് അല്ലേ? ലെപ്റ്റോസ്പൈറോസിസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഏതാണ്?
എലിപ്പനി അല്ലെങ്കിൽ റാറ്റ് ഫീവർ അല്ലെങ്കിൽ എലിപ്പനി. ഇനി ഫൈൻഡ് ഔട്ട് ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് കോസ് ദ ഡിസീസ്. ഇവിടെ ഏത് മൈക്രോ ഓർഗാനിസമാണ് ഡിസീസ് കോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മൈക്രോ ഓർഗാനിസം ഏതാണ്? ബാക്ടീരിയ ആണ് അല്ലേ? ബാക്ടീരിയ ആണ്. സോ ബാക്ടീരിയ. അടുത്തത് റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് ദിസ് മൈക്രോ ഓർഗാനിസം. ഏതൊക്കെയാണ്? 2 ഫീച്ചേഴ്സ് ഓഫ് ദിസ് മൈക്രോ ഓർഗാനിസം ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? ബാക്ടീരിയ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രോകാരിയോട്ട് ആണ്, നമുക്കറിയാം. പ്രോകാരിയോട്ട് ആണ്. ഇവർക്ക് എന്താണ്? നോ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്, നോ ഡിഫൈൻ ന്യൂക്ലിയസ് വ്യക്തമായിട്ട് ഇതൊരു പ്രോകാരിയോട്ട് ആണല്ലേ, അവർക്ക് ന്യൂക്ലിയസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്തൊക്കെ ഇതിൽ എഴുതാൻ പറ്റും? ബാക്ടീരിയയുടേത്, ബാക്ടീരിയ നമ്മൾ എന്താണ്, വളരെ മൈക്രോസ്കോപ്പിക് ആണ്, സൂക്ഷ്മജീവിയാണ്. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ ബാക്ടീരിയയുടെ കേസിൽ എഴുതാൻ പറ്റും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാവേ. സം ഹോർമോൺസ് ആർ ഗിവൺ ബിലോ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. ഇവിടെ അണ്ടർലൈൻഡ് പാർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റി കറക്റ്റ് ചെയ്യുവാണ് വേണ്ടത്. അണ്ടർലൈൻ പാർട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കാലോസ് ആണിത്, കാലോസ്. ഓക്കെ, അപ്പോൾ എപ്പിഡെർമിസ് അടങ്ങിയിരിക്കുന്ന കാലോസ് എന്ന പ്രോട്ടീൻ അല്ലേ, എ പ്രോട്ടീൻ കോൾഡ് കാലോസ് പ്രസന്റ് ഇൻ എപ്പിഡെർമിസ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ് എന്നാണ് പറയുന്നത്. ഇനി ലൈസോസൈം പ്രസന്റ് ഇൻ സലൈവ ഡിസ്ട്രോയ് ജേംസ്. ടി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ആന്റിബോഡീസ് എക്സ്ചേഞ്ച് ആന്റിജൻസ് വിച്ച് എൻറ്റർ അവർ ബോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാലോസ് ആണോ നമ്മുടെ എപ്പിഡെർമിസിലെ ജേംസിനെ പ്രിവെന്റ് ചെയ്യുന്നത്? അല്ല. അത് ഏത് പ്രോട്ടീനാണ്? അത് കറക്റ്റ് ചെയ്തിട്ട് കെരാറ്റിൻ എന്ന് എഴുതണം. രണ്ടാമതായിട്ട് ലൈസോസൈം പ്രസന്റ് ഇൻ സലൈവ ഡിസ്ട്രോയ് ജേംസ്, അത് ശരിയാണ്. ടി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ആന്റിബോഡീസ്. ടി ലിംഫോസൈറ്റുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആന്റിജനുകൾക്കെതിരെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല, ടി ലിംഫോസൈറ്റ് അല്ല, ബി ലിംഫോസൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? അത് കറക്റ്റ് ആയിട്ട് അത് വൃത്തിയിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ കറക്ഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് തെറ്റ് തിരുത്തുക എന്നൊക്കെ പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ ആലോചിച്ച് ചെയ്താൽ നല്ലോണം അതിൻ്റെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് എവിടെ വരുന്നു എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കാം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യുക? ചോദ്യങ്ങൾ ഉണ്ടാക്കി തന്നെ പഠിക്കാൻ നോക്കാം. അടുത്ത നോക്കാം. 4 സ്റ്റുഡൻസ് ഐഡന്റിഫൈ ദ പാർട്ട് എ ബി സി ഇൻ ദ ഗിവൺ ഫിഗർ. ഇവിടെ നമുക്ക് കുറേ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പം ഒരു കുട്ടികൾ പറഞ്ഞിരിക്കുന്ന അവരുടെ തീരുമാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവരെത്തിയ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? എ ഡെൻഡ്രോൺ, ബി ആക്സോൺ, സി ആക്സോണൈറ്റ് പറഞ്ഞു. എ ഡെൻഡ്രൈറ്റ്, ബി ആക്സോൺ, സി ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു. എ ഡെൻഡ്രൈറ്റ്, ബി ഷ്വാൻസൽ, സിനാപ്റ്റിക് നോവ് എന്ന് പറഞ്ഞു. എ ഡെൻഡ്രോൺ, ബി ഷ്വാൻസൽ, സി സിനാപ്റ്റിക് നോവ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഷ്വാൻ സെല്ലിലാണ്. സി എന്ന് പറയുന്നത് ആക്സോണൈറ്റിലുമാണ് അല്ലേ, ആക്സോണൈറ്റിലുമാണ്. അപ്പം മാർക്ക് ചെയ്തത് കറക്റ്റായിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, ഇത് മാഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്. എ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ്, ബി എന്ന് പറയുന്നത് എന്താണ്? ഷ്വാൻസെൽ, സി എന്ന് പറയുന്നത് എന്താണ്? സിനാപ്റ്റിക് നോബ്. അപ്പം സ്റ്റുഡൻറ്റ് 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, so the symptoms of communicable disease are given in the box. Analyze them and answer the question. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ സിവിയർ ഹെഡ് ഏക്ക് തന്നിട്ടുണ്ട്. അതുപോലെ മസിൽ പെയിൻ, റെഡ്നെസ് ഇൻ ദ ഐ അല്ലെ, വളരെയധികം കഠിനമായിട്ടുള്ള പനി, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഹെഡ് ഏക്ക് ഉണ്ട്, മസിൽ പെയിൻ, റെഡ്നെസ് ഇൻ ദ ഐ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ കോസേറ്റീവ് ബാക്ടീരിയ ബൈ ദ റീസൺസ് ഫോർ ഇന്റേണൽ ബ്ലീഡിംഗ്. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്താണ് ക്വസ്റ്റ്യൻസിൽ കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ ഏതൊക്കെ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ വരാമെന്ന് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ തന്നെ പഠിക്കേണ്ടത്. അപ്പോൾ നോക്കാം, ഒരു സാംക്രമിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്തിട്ട് ഉത്തരം എഴുതാനാണ്. കഠിനമായ പനി, തലവേദന, പേശിവേദന, കണ്ണുകൾക്ക് ചുവപ്പ്. നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? റാറ്റ് ഫീവർ, ലെപ്റ്റോസ്പൈറോസിസ്. ഇവിടുത്തെ രോഗകാരി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് ആണ്. രോഗകാരി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ അല്ലെ, ബാക്ടീരിയൽ ഡിസീസ് ആണിത്. അപ്പം ഈ രോഗികളിൽ ആന്തരിക രക്തസ്രാവത്തിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം എന്ന് പറയുന്നത്? ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് എന്ന് പറയുമ്പം ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വേറൊന്നും കൊണ്ടല്ല, ഈ ടോക്സിൻസ് റിലീസ് ചെയ്യപ്പെടുന്നു അല്ലേ. ബാക്ടീരിയ റിലീസ് ടോക്സിൻസ് ആൻഡ് ഡാമേജ് ദ ബ്ലഡ് കാപ്പിലറീസ്. ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ രക്തലോമികളെ പൊട്ടിക്കുന്നു, നശിപ്പിക്കുന്നു. അത് നശിപ്പിക്കുന്ന വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. അത് വ്യക്തമായിട്ട് ചെയ്താൽ അപ്പോൾ കാരണം പിടികിട്ടുക. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ റീസൺ അറിഞ്ഞ് തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ,
Then അടുത്ത നോക്കാം, certain defects or diseases that affect eyes and their causes are given in the box, make for pairs as given in the model. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഐയിലെ ഡിസീസസ് നമ്മൾ കുറേ കാലമായിട്ട് ഈ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വരുന്നത് കിട്ടിയിട്ടുണ്ടല്ലോ എങ്ങനെയാണെന്ന്, മയോപ്പിയ, സിറോഫ്താൽമിയ, പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ, ഇലോങ്ങേറ്റഡ് ഐബോൾ, ഗ്ലൂക്കോമ, കാറ്ററാക്ട്, ഫെയിലർ ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ, അങ്ങനെ എല്ലാത്തിൻ്റെയും രോഗങ്ങളും അതിൻ്റെ ഭാഗങ്ങളും തന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് എന്ത് ചെയ്താൽ മതി, മാച്ച് ചെയ്താൽ മാത്രം മതി. കണ്ണിലെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ നോക്കുക, കാറ്ററാക്ട് തിമിര എന്ന് പറയുന്നത് ലെൻസ് ബിക്കം ഒപ്പേക്ക്, കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നു. ഗ്ലൂക്കോമ, ഫെയിലർ ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ, അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ. ഇനി നൈറ്റ് ബ്ലൈൻഡ്നെസ്, പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എയുടെ ലഭ്യത കുറവ്. കളർ ബ്ലൈൻഡ്നെസ്, ഡിഫക്റ്റ് ഓഫ് കോൺ സെൽസ്, വർണ്ണാന്തത, കോൺ കോശങ്ങളുടെ തകരാറ് മൂലം. കിട്ടിയല്ലോ. അപ്പോൾ ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, മാച്ച് ചെയ്തിട്ട് ചെയ്ത്. അപ്പം ഐ ഡിസീസസ് മറന്നു പോകരുത്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഡിസീസ് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. ഇനി ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്, നെയിം ദ ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് ദിസ് ഗ്ലാൻഡ്. ഇവിടെ തന്നിട്ടുള്ള ഗ്ലാൻഡ് ഏതാണെന്ന് എഴുതണം, ഹോർമോൺ എഴുതണം. റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് എനി വൺ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദിസ് ഗ്ലാൻഡ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് തന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഓവറിയാണ്. ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അതിന് ഫംഗ്ഷൻസ് എന്താണ്, ഈസ്ട്രോജൻ കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ അല്ലേ. അപ്പം ഇതുപോലെ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ടോൽപാദനം, അതുപോലെ തന്നെ ആർത്തവ ചക്രം. ഇനി പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷനോ, കൺട്രോൾ ഓവ്യുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദ യൂട്രസ്. എന്താ ചെയ്യുന്നത്, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്, പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ ഹോർമോൺസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് നിർബന്ധമായും പഠിക്കണം, ഗ്ലാൻഡും മറന്നു പോകരുത്. That pineal gland is known as the biological clock of the body. Why? എന്തുകൊണ്ടാണ് പൈനിയൽ ഗ്രന്ഥി ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ രാവിലെ എണീക്കുന്നു, കറക്റ്റായിട്ട് ഒരു റുട്ടീൻ പാസ് ചെയ്യുന്നു, രാത്രിയാകുമ്പോൾ ഉറക്കം വരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ബേർഡ്സും എല്ലാം ഇതേ ഒരു റുട്ടീൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മെലറ്റോണിൻ, ദ സെക്രീഷൻ ഓഫ് പൈനിയൽ ഗ്ലാൻഡ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ റിതം ഓഫ് ഡെയിലി ആക്ടിവിറ്റീസ്. Therefore, pineal gland is called biological clock. ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ത് ചെയ്യുന്നു, ദൈനംദിന പ്രവർത്തനങ്ങളിൽ താളക്രമം പാലിക്കുന്നു. സോ രാത്രി കാലങ്ങളിൽ മെലറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ വേണം അതിൻ്റെ ആൻസർ എഴുതാൻ. അടുത്ത നോക്കാം, സം ആനിമൽസ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റഡ് ബൈ ദം ടു ദെയർ സറൗണ്ടിങ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇല്ലസ്ട്രേറ്റഡ് ബിലോ. നമുക്ക് തന്നിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. മസ്കഡീർ, മസ്കോൺ തന്നിട്ടുണ്ട് അല്ലേ, മസ്കഡീർ, സിവറ്റ് കാറ്റ്, ഫീമെയിൽ സിൽക്കോം തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഫിൽ 1, 2 ആണ് തന്നിട്ടുള്ളത് അല്ലേ. നോക്കുക, സിവറ്റ് കാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, സിവറ്റോൺ എന്ന് പറയുന്നത്. ഫീമെയിൽ സിൽക്ക് മൂത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ബോംബിക്കോൾ എന്ന് പറയുന്നത്. ആൻഡ് ഫെറമോൺ ആണ് ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് അല്ലേ. അതായത് ഇതേപോലെ ഹോർമോൺസ് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, പല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നു, ഇവരുടെ ഇൻട്രാക്ഷൻസിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫെറമോണുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇണയെ ആകർഷിക്കാൻ, ഭക്ഷണ ലഭ്യത അറിയിക്കൽ, അട്രാക്ടിങ് മേറ്റ്സ്, ആൻഡ് ഓൾസോ ഇൻഫോമിംഗ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഡിറ്റർമൈൻ ദ പാത്ത് ഓഫ് ട്രാവൽ ആൻഡ് സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്. അപകട സാധ്യത വരുമ്പോഴും അതുപോലെ തന്നെ എന്ത് ചെയ്യും, അവരുടെ റൂട്ട് മാപ്പ് ഒക്കെ അവർക്ക് ക്ലിയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫെറമോൺസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ റൈറ്റ് ഓർഡർ. ഇത് നമ്മൾ ഓർഡർ കറക്റ്റ് പറഞ്ഞതാണ് അല്ലേ. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സെൻസ്, അപ്പം എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യുക, സെൻസിൻ്റെ ആ ഒരു പാത്വേ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡിസോൾവ് പാർട്ടിക്കിൾസ് ഇൻ സലൈവ, ബ്രെയിൻ, കീമോ റെസിപ്റ്റർ നെർവ്. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കിക്കേ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ആദ്യം മ്യൂക്കസിൽ എന്ത് ചെയ്യുന്നു, സലൈവ മ്യൂക്കസിലാവുന്നു, പിന്നെ ഓൾഫാക്ടറി നെർവ്, പിന്നെ നെർവ് സെറിബ്രം എന്നാണ്. ഇവിടെയോ ഡിസോൾവ് പാർട്ടിക്കിൾസ് ഇൻ സലൈവ, ബ്രെയിൻ, കീമോ റെസിപ്റ്റർ. അത് തെറ്റാണ്. ഓവൽമിൻ്റെ ഒന്ന് നേരെ നെർവിലേക്കാണോ പോകുന്നത്, അല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ബി ആണ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, പാത്വേ സെൻസ് ഓർഗൻസിൽ പഠിച്ചു വെക്കേണ്ടതാണ്, മറന്നു പോകരുത്. ക്ലിയർ അല്ലേ. അപ്പം ഇതേപോലെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക, മറക്കാതെ. ഇതുപോലത്തെ എന്ത് ചെയ്യണം, ഇല്ലസ്ട്രേഷൻസ് വരുന്നത് നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഇനിയുള്ള ടൈമിലും ഓരോ ഭാഗം നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് പഠിക്കുവാണെങ്കിൽ കൂടി എന്ത് ചെയ്യണം, അവിടെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ദെൻ അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം.
ഇവിടെ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഈ പറയുന്ന എക്സ്പെരിമെൻ്റ് പരീക്ഷണത്തിൻ്റെ പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഗ്യാസസ് ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അവക്ഷിപ്തപ്പെട്ട പദാർത്ഥം, ഇവിടെ റിസർവ്ഡ് സബ്സ്റ്റൻസ് ഏതാണെന്ന് നമ്മൾ എഴുതണം. ഏതാണ് റിസർവ്ഡ് സബ്സ്റ്റൻസ്? നമുക്കറിയാം യൂസ് ചെയ്തിട്ടുള്ള ഗ്യാസ്, ഇത് ഒപ്പാൻ ഹാൽഡെയ്ൻ എക്സ്പെരിമെൻ്റ് ആണ്. യൂസ് ചെയ്തിട്ടുള്ള ഗ്യാസസ് എന്ന് പറയുന്നത് ഏതാണ്? മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ ആണ്. ആൻഡ് എന്താണ് ഇവിടെ ഉണ്ടായ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? അമിനോ ആസിഡ് ഗെറ്റ്സ് സെഡിമെന്റഡ് അല്ലെ? അമിനോ ആസിഡ്സ് ആണ് സെഡിമെന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് തിയറി നല്ല രീതിയിൽ പഠിക്കുക, അതിൻ്റെ ഫിഗർ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, സെർക്കോപിത്തക്കോയിഡിലും ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സെർക്കോപിത്തക്കോയിഡ് ആൻഡ് ഹൊമിനോയിഡ് ഇവോൾവ് ഫ്രം ആർത്രോപോയിഡി ആണ്. സെർക്കോപിത്തക്കോയിഡ് മങ്കിയിൽ നിന്നും, ഹൊമിനോയിഡ് എവിടെ നിന്നാണ്? ഗിബൺ, ഒറാങ്കുട്ടൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമൻ എന്നാണ്. അപ്പോൾ ഈ ഇല്ലസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാനും ഇല്ലസ്ട്രേഷൻ തന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കുന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ നോക്കാം. ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചർ. നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ് ആൻഡ് വൈ. മെൻഷൻ ടു ഹോർമോൺസ്. ഹൗ ഡസ് ദ പാർട്ട് ലേബിൾഡ് വൈ പ്രൊലോങ് ദ ബോഡി ആക്ടിവിറ്റീസ് ഫോർ മോർ ടൈം വെൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം ഗെറ്റ് സ്റ്റിമുലേറ്റഡ്? അതെന്താണ്? ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ സിമ്പത്തറ്റിക് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു എപ്പോഴും ചാപ്റ്റേഴ്സ് ലിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെ കുഴപ്പിക്കും. പക്ഷെ അതും കൂടെ നമ്മൾ ആൻസർ ചെയ്യാൻ കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിരിക്കണമെന്ന്. എങ്ങനെയാണ്? നമുക്കറിയാം ഇത് അഡ്രീനൽ കോർട്ടെക്സ് ആണ് തന്നിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത് എന്താണ്? അഡ്രീനൽ കോർട്ടെക്സ് ആണ് എ എന്ന് പറയുന്നത്. എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. എക്സ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെയാണ്? കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺ. അതുപോലെ ഇനി 2 എഴുതിയാൽ മതി. ഇനി ആക്ട് അലോങ് വിത്ത് ദ സിമ്പത്തറ്റിക് സിസ്റ്റം ഡ്യൂറിങ് എമർജൻസീസ് ദസ് വി ക്യാൻ റെസിസ്റ്റ് ഓർ വിത്ഡ്രോ അവർ സെൽസ് അല്ലേ? മെഡുല്ലയും കോർട്ടെക്സും ആണ് നമ്മൾ പറയുന്നത്. അതിൽ എന്ത് ചെയ്യുന്നു? ലൈംഗിക ഹോർമോണുകൾ ഉണ്ട്, ആൽഡോസ്റ്റിറോൺ ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്. പക്ഷേ സിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ആ സിമ്പത്തറ്റിക് സിസ്റ്റവുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് എന്തെങ്കിലും അടിയന്തര ഘട്ടം വരുമ്പോൾ അതിനെ പ്രതികരിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു പോവുക. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കിനി മെയിൻ എക്സാംസിന് വീണ്ടും കാണാം. നല്ല രീതിയിൽ എല്ലാ എക്സാംസും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അടിപൊളിയായിട്ട് തന്നെ എക്സാമിന് കാണണം. അത് സീരിയസ്നെസ്സോടുകൂടെ പഠിക്കണം. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ ഡിയേഴ്സ്.